ഈ ഒരമ്മ തന്റെ മരുമകളുടെ കാലെല്ലാം ക്ലീൻ ആക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ വീട്ടിലെ എല്ലാ പണികളും ഈ ഒരമ്മ ഒറ്റക്കാണ് ചെയ്തു തീർത്ത്. മരുമോള് ഒട്ടും തന്നെ സഹായിക്കേയില്ല. അത് പോരാഞ്ഞിട്ട് ഇപ്പൊ പണികളെല്ലാം കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന അമ്മയെ കണ്ട് അവൾക്ക് സഹിക്കാൻ പറ്റാതെയാണ് വേറെ ഒരു ജോലി ഇല്ലാത്തോണ്ട് അവളുടെ കാല് ക്ലീൻ ചെയ്യാനായിട്ട് പറയുന്നത്. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ അമ്മ അവളോട് ഒന്ന് കിടന്നോട്ടെ, എനിക്ക് ഭയങ്കര ടയേർഡായിട്ട് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവളൊരു ബെൽറ്റ് എടുത്ത് അത് സോഫയിൽ അടിച്ച് അമ്മയെ പേടിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ മകന്റെ വീട്ടിൽ നിങ്ങൾ തിന്നും കുടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി ഇവിടുത്തെ ജോലികളെല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം. അതിന് മടിയുണ്ടെങ്കിൽ നിങ്ങൾ വല്ല നഴ്സിംഗ് ഹോമിലേക്കോ ഓൾഡ് ഏജ് ഹോമിലേക്കോ പൊക്കോളാനായിട്ട് പറയാണ്. അമ്മ ഇപ്പൊ സങ്കടം സഹിക്കാൻ പറ്റാതെ ഈ ജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാണ്. ദേഷ്യം വന്ന അവളുടെ കാല് കഴുകിക്കൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് അമ്മയുടെ കണ്ണിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആ വെള്ളം തട്ടിയതോ അമ്മയുടെ കണ്ണ് നീറിയോണ്ട് തന്നെ അമ്മ കണ്ണ് തിരുമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാറ് വന്ന് നിൽക്കുന്ന സൗദ് കേട്ട് അവൾക്ക് മനസ്സിലാവുന്നത് തന്റെ ഭർത്താവ്, അതായത് ഈ അമ്മയുടെ മകൻ വന്നിട്ടുണ്ടത്. അവള് വേഗം തന്നെ ഈ അമ്മയെ പൊക്കിയെടുത്ത് സോഫയിൽ ഇട്ടുകൊണ്ട് അമ്മയുടെ കാല് കഴുകുന്ന പോലെ അഭിനയിക്കും. മകൻ വന്ന് നോക്കുമ്പോ തന്റെ ഭാര്യയെ കൊണ്ട് അമ്മ കടിഞ്ഞായിട്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ് എന്നല്ലേ തോന്നുള്ളൂ. അവൻ കയറി വന്ന പാടെ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തായി ചെയ്യുന്നത്, എന്തിനാ നമ്മുടെ കാലെല്ലാം കഴുകി കൊടുക്കുന്നേന്ന്. അവള് കേട്ട പാതി കേൾക്കാത്ത പാതി പറയാണ്, രാവിലെ മുതൽ ഞാൻ ഇവിടുത്തെ ജോലി ചെയ്ത് ആകെ ക്ഷീണിച്ചു, എന്നാലും കുഴപ്പമില്ല, അമ്മ പാവല്ലേന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ കാലൊന്ന് കഴുകി തരാൻ പറഞ്ഞപ്പോ ഞാൻ കഴുകി കൊടുത്തതാ, എനിക്ക് ആകെ വയ്യാണ്ടായി ഇരിക്കാന്നൊക്കെ വെറുതെ നുണ പറയാണ്. ഈ വീട്ടിലെ പണി മുഴുവൻ ചെയ്തത് ആ അമ്മയായിരുന്നു. എന്നാലും അവള് നന്നായി തന്നെ അഭിനയിക്കുന്നുണ്ട്. മകനാന്ന് വെച്ചാൽ തന്റെ ഭാര്യയെ കൊണ്ട് ഇങ്ങനത്തെ ജോലികളെല്ലാം ചെയ്യിപ്പിച്ചതിന് അമ്മയോട് ചൂടാവാണ്. അമ്മ സോഫയിൽ നിന്ന് എണീറ്റ് മകനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് നോക്കുമ്പോ പെട്ടെന്ന് ആ കാല് കഴുകിയിരുന്ന വെള്ളം തട്ടിപ്പോകുന്നുണ്ട്. ആ പെണ്ണ് അപ്പൊ തന്നെ അഭിനയം തുടങ്ങി, അയ്യോ ഞാൻ രാവിലെ മുഴുവൻ ഇവിടെ ക്ലീൻ ചെയ്തതാ, അതെന്തേ നശിപ്പിച്ചു, എന്നാലും കുഴപ്പമില്ല ഞാൻ തന്നെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് അവൾ അവിടെ തുടച്ചുകൊണ്ടിരിക്കുമ്പോ ദേഷ്യം വന്ന ഭർത്താവ് അമ്മയോട് പറയാണ്, അമ്മ എന്നല്ല ഇത് തട്ടിയിട്ട് അത് മുഴുവൻ ക്ലീൻ ആക്കി വെക്കാനായിട്ട്. വേറെ നിവർത്തിയില്ലാതെ ആ നിലം അമ്മ തന്നെ തുടയ്ക്കാണ്. ഭാര്യയാണെന്ന് വെച്ചാല് ഇപ്പൊ കിച്ചണിലേക്ക് പോയി അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് എടുത്ത് ഭർത്താവിന് കൊടുക്കാനായിട്ട് നോക്കാണ്. എന്നാ ഭർത്താവിനോട് അവളാണ് ഈ ഫുഡ് ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. ഭർത്താവ് ഈ ഫുഡ് കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇതെന്റെ അമ്മയുടെ സിഗ്നേച്ചർ റെസിപ്പിയാണ്, അമ്മ ഇത് സൂപ്പർ ആയിട്ട് ഉണ്ടാക്കുന്നത്, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും ഇത് അമ്മ ഉണ്ടാക്കിയ പോലെ അത്രക്കും ടേസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് എന്ന് പറയാണ്. നിലയെല്ലാം തുടച്ചു കഴിഞ്ഞ അമ്മ അവിടേക്ക് വരുമ്പോ ആ മകനാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാന്നും പറഞ്ഞ് അമ്മയെ വിളിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. എന്നാൽ ദേഷ്യം വന്ന ഈ പെണ്ണ് നമുക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ആ ഒരു ഫുഡിന്റെ പീസിൽ ഒരുപാട് പെപ്പർ ഇടാണ്. ഇത് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് പെപ്പർ ഇട്ടേക്കണേ. അമ്മ അത് വായ വെച്ചതും അപ്പൊ തന്നെ തുപ്പിക്കളഞ്ഞിട്ട് ഇതെന്ത് എരിവാണെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട ഭർത്താവിന് വീണ്ടും ദേഷ്യം വരാണ്. കാരണം ഭർത്താവ് കഴിച്ച ആ ഒരു പീസിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ആയിട്ടായിരുന്നു ഉള്ളത്. അമ്മക്ക് കൊടുത്ത ആ പീസിലായിരുന്നല്ലോ ഒരു കൂടുതലുണ്ടായിരുന്നത്. അമ്മ ഇത് മനഃപൂർവ്വം തന്റെ ഭാര്യയെ കൊച്ചാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു പയ്യൻ അമ്മയെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. അമ്മക്ക് വേണ്ടെങ്കിൽ ഇത് തിന്നാനൊന്നും നിൽക്കണ്ട, ഇങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല, എന്റെ പിന്നെ ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, വേണമെങ്കിൽ തിന്നാ മതി, അല്ലെങ്കിൽ എണീറ്റ് പോവാനൊക്കെ പറഞ്ഞ് അമ്മയെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. ഇത് കേട്ട ഭാര്യക്കാണെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ അവള് അഭിനയിച്ചുകൊണ്ട് ഐ എം സോറി, ഞാൻ കാരണമാണോ ഇങ്ങനെയൊക്കെ ഉണ്ടായേ, ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കി തരാന്നൊക്കെ അമ്മയോട് പറയാണ്. ഭർത്താവ് ആ സമയം നീ എന്തിനാ വേറെ ഉണ്ടാക്കാനൊന്നും നിൽക്കുന്നത്, അതൊന്നും നിൽക്കണ്ട, ഈ സോറി പറയേണ്ട ആവശ്യമില്ല, ഇത് മുഴുവൻ അമ്മയുടെ മിസ്റ്റേക്ക് അതും പറയുന്നുണ്ട്. അമ്മ അവിടെ നിന്ന് വേഗം പോയിട്ട് അവളുടെ പെട്ടിയും എല്ലാം എടുത്ത് അവര് പറഞ്ഞയക്കുന്നതിന് മുമ്പ് തന്നെ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകാനായിട്ട് നിൽക്കാണ്. മകൻ വന്ന് നോക്കുമ്പോൾ പെട്ടി പാക്ക് ചെയ്ത് പോകുന്ന അമ്മയെയാണ് കാണുന്നത്. അമ്മയോട് അവൻ ഇവിടെ നിൽക്കാനൊന്നും നിർബന്ധിച്ച് പറയുന്നില്ല, പക്ഷെ അവന്റെ മുഖത്ത് നല്ല വിഷമമുണ്ടായിരുന്നു. ഞാനിങ്ങനെ പെരുമാറിയോണ്ടാണോ അമ്മ ഇപ്പൊ പോകാൻ പോകുന്നത്, അമ്മക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ ചെയ്തോ, പക്ഷെ എന്നെ അവളെ വെറുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ അമ്മ അവന്റെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു, ആ ഒരു ഫോട്ടോ മാത്രം ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ച് ആ ഒരു ഫോട്ടോ എടുക്കുന്ന സമയം നമ്മുടെ കൈകൾക്കിടയിൽ നിന്ന് ഈ ഭാര്യയുടെ കുറച്ച് ആഭരണങ്ങൾ നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇത് കണ്ടതും ഭാര്യ ഓടി വന്ന്, ഇത് എന്റെ ആഭരണങ്ങളാണല്ലോ, ഇത് കട്ടോണ്ട് പോവാണോ നിങ്ങള് എന്ന് ചോദിക്കുന്നുണ്ട്. മകനും ആ സമയം അമ്മ ഇത്ര മോശക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല, അവളുടെ സ്വർണം കട്ടിട്ടാണ് ഇവിടെ നിന്ന് പോവാൻ നോക്കുന്നത്, ഇവിടെ നിന്ന് എന്ത് കട്ടോണ്ട് പോയാലും നിങ്ങൾ പോലീസിനെ കൊണ്ട് ഞങ്ങൾ പിടിപ്പിക്കുന്നില്ല പറഞ്ഞ് മകൻ അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട്. മകൻ പോലീസിനെ വിളിക്കാനായിട്ട് പുറത്തു പോയ സമയം മരുമോളെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ബുദ്ധിമോശമായി ചെയ്തേ, എന്റെ ആഭരണങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചു, അത് നടക്കുന്നു തോന്നുന്നുണ്ടാവും, ഇപ്പൊ എന്തായി, വെറുതെ നഴ്സിംഗ് ഹോമിലേക്ക് പോകേണ്ട നിങ്ങൾ ജയിലിലേക്കല്ല പോവാൻ പോകുന്നേന്നൊക്കെ പറഞ്ഞ് ഈ അമ്മയും മരുമോള് ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോൻ ആ സമയം പോലീസിനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. പോലീസിനോട് അവളെ അറസ്റ്റ് ചെയ്യാനായിട്ട് മകൻ പറയുമ്പോൾ പോലീസ് വന്ന് ഭാര്യയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഭാര്യ ആ സമയം അതിന് ഞാനല്ല
ഇതല്ല അവരാ കട്ടത്, അവരെ അറസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഭർത്താവ് പറയാണ് പോലീസ് കൃത്യമായിട്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്തേക്കണേ, ഞാൻ ക്യാമറയിൽ പരിശോധിച്ചു, ആരാണ് തെറ്റ് ചെയ്തേക്കണേ, ആരെന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അമ്മ ഞാൻ ഈ ക്യാമറ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി എന്നും പറയാണ്. അതായത് ഈ അമ്മ ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മകൻ എന്തായാലും ക്യാമറ ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ മരുമോൾ അമ്മയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത് കാണുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അമ്മ കരുതി കൂട്ടി തന്നെ ഈ ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ചത്. താന് മകനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസിക്കൂല, എന്തായാലും ഭാര്യയെ തന്നെ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ ചെയ്തത്. അവളെ പോലീസ് പിടിച്ചിട്ട് വന്നിട്ട് അമ്മയും മകൻ ആ വീട്ടിൽ പിന്നെ സന്തോഷമായിട്ട് ജീവിക്കാം. ഈ ഒരു മൂവി നിങ്ങളുടെ അമ്മനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഐ ലവ് മൈ മം എന്ന് കമന്റ് ചെയ്തേക്കണേ.